അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് വന്നിട്ട് ജസ്ല എന്നാണ് കേട്ടോ. ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഒന്ന് ബെല്ലേക്ക് അമർത്തുക. അപ്പോൾ ഓളുന്ന ഓപ്ഷൻ വരെ അതും കൂടി അമർത്തട്ടെ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വീഡിയോ നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലത്തെ ഉപയോഗിക്കുന്ന ഒരു സാധനം പറഞ്ഞാൽ ചോറാണ് കേട്ടോ. ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസൊക്കെ നല്ല വൈറ്റനിങ് ആയിട്ട് ഇരിക്കാനും നല്ല ബ്രൈറ്റ് ആവാനും നല്ല ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. ഫുള്ളായി കണ്ടാൽ മാത്രമേ അതിൽ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫുള്ളായി കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ എല്ലാവരും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ. പോകാം. പേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചോറാണ് കേട്ടോ. നമ്മുടെ മട്ടരി ഉണ്ടല്ലോ, ചുവന്നരി, അതിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഏത് ചോറാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ ചോറ് എടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ആക്കേണ്ടതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചോറ് എടുക്കുക. ചോറ് എടുത്ത് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിന് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പാലാണ് കേട്ടോ. കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നത് ഓട്സാണ് കേട്ടോ. ഓട്സ് പൊടി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരച്ചെടുത്ത ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഓട്സ് ഇങ്ങനെ ഇട്ടാണ് കൊടുക്കുന്നത്. പൊടിക്കാത്തത് കൊണ്ട് പൊടി കഴിഞ്ഞിരിക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓട്സും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിന് നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം, പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മിക്സർ ജാറിൽ നല്ലവണ്ണം അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്ത് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം കേട്ടോ. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റാം കേട്ടോ. അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. കുറച്ചിട്ടോ, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷമാണ് നമുക്ക് ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. അരിപ്പൊടിയൊക്കെ നല്ലവണ്ണം കുതിർന്നിട്ടല്ല, നല്ലവണ്ണം ഒന്ന് അതിൽ അലിഞ്ഞ് ചേർന്ന് വരണം. ഇതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, പാല് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ ഇത് ഓട്സും റൈസും കൂടി അരച്ചെടുത്തില്ലേ, ആ കുറച്ച് പാൽ ഒഴിച്ചിട്ടില്ല, അത് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമുക്കിനി ഇതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസും കഴുത്തും നല്ലവണ്ണം ആദ്യം വാഷ് ചെയ്യുക, എന്നിട്ട് വേണം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇതൊരു വീക്കിൽ 2-3 തവണ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നമ്മുടെ ഫേസൊക്കെ നല്ല വൈറ്റനിങ് ആയിട്ട് ഇരിക്കാനും നല്ല ബ്രൈറ്റ് ആവാനും നല്ല ക്ലിയർ ആവാനും സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്ന അടിപൊളി പാക്കാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വീക്കിൽ 3 തവണ മാത്രം യൂസ് ആക്കിയാൽ മതി. അത് ഈവനിങ് ടൈം മാത്രം യൂസ് ആക്കാം കേട്ടോ. പകൽ സമയത്തൊന്നും യൂസ് ആക്കരുത്. പകൽ സമയത്ത് യൂസ് ആക്കുകയാണെങ്കിൽ വെയിൽ തട്ടിക്കഴിഞ്ഞാൽ മുഖത്ത് ടാൻ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലോ. പാക്കൊക്കെ റെഡി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കട്ടിക്കാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ പാക്ക് യൂസ് ചെയ്യുക കേട്ടോ. ഏത് പാക്ക് ഇടുകയാണെങ്കിലും ഫേസ് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യണം, അതിനുശേഷം മാത്രം യൂസ് ആക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തതിന് എൻ്റെ കയ്യിലാണ് എപ്പോഴും കാണിക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ എല്ലാവരും പറയുന്നതുകൊണ്ട് എൻ്റെ ഫേസിൽ തന്നെ കാണിക്കുകയാണ്. പക്ഷേ ഫേസിൽ കാണിക്കുമ്പോൾ എനിക്ക് ഇവിടെ മാത്രം തന്നെ കാണിക്കുന്നുള്ളൂ. ഒരു ഭാഗത്ത് മാത്രമേ കാണിക്കുന്നു. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ചെറിയ രീതിക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ പാക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സമയത്ത് കുറച്ച് സൈഡിൽ മാത്രമേ തേച്ച് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് തേച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്ലൈ ചെയ്താലോ.
അപ്പോൾ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഒന്ന് ഉണങ്ങുന്ന വെയിറ്റ് ആവശ്യം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രണ്ട് ഡിഫറൻറ്റ് കാണിച്ചു തരാം. കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്, എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കയ്യിലും കൂടി ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കയ്യിലും കൂടി നല്ലവണ്ണം ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേട്ടോ കയ്യിൽ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് ഞാൻ 10 മിനിറ്റ് വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും എടുക്കുക, കോട്ടൺ തുണിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ആദ്യം ഒന്ന് തുടയ്ക്കുക കേട്ടോ. ഒന്ന് തുടച്ചെടുക്കുക. നല്ലൊരു ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്, നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ സൈഡും കൂടി നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഈ സൈഡും കൂടെ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഫേസ് നേരെ കഴുകാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടണം. ഒരുപാട് പൈസയും ചിലവില്ല. നമുക്ക് ചോറ് വെച്ചിട്ടാണ്, വീട്ടിലെല്ലാവരും ചോറ് വയ്ക്കുമല്ലോ, ചോറ് വെക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് ആ ചോറ് കൊണ്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ കൈത്ത് ഇവിടെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ കയ്യിലും കൂടി ഒന്ന് കഴുകിക്കളയണം. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത് ഞാൻ കേട്ടോ. തുടച്ചെടുക്കുക. നല്ല ഡിഫറൻറ്റ് ഉണ്ടാവും കണ്ടത്. നല്ലൊരു ബ്രൈറ്റ്നെസ് തോന്നും. നല്ല വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കൈയൊക്കെ നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ. ടിഷ്യൂ കൂടെ നല്ലവണ്ണം തുടച്ചെടുക്കാം. നല്ല ഡിഫറൻറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഈ സൈഡും രണ്ട് ഭാഗം ഒരേപോലെ തന്നെ ഉണ്ട്. ഫേസിൻ്റെയും കൈയും ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ രണ്ട് കൈയും കൂടി ഡിഫറൻറ്റ് നമുക്ക് തന്നെ മനസ്സിലാക്കാനാണ്. ഈ കൈയാണ് ചെയ്ത കൈ, ഇത് ചെയ്യാത്ത കൈ കണ്ടല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സൈഡ്. ഇപ്പോൾ ഇനി ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ഈ സൈഡ് മാത്രം നമുക്ക് ഡിഫറൻറ്റ് വരും. അപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് ഇത്ര ഡിഫറൻറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമില്ല. 3 ദിവസം മാത്രം യൂസ് ആക്കുക.
നമുക്ക് നല്ല ഡിഫറൻ്റ് ആയിരിക്കും കിട്ടുക കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോയത്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിൽ സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, പുറത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടപ്പോൾ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.